പത്തേമാരിയിൽ കടൽ കടന്ന് മണലാരണ്യത്തിലേക്ക് പോയ മലയാളി അരനൂറ്റാണ്ട് മുൻപത്തെ പ്രവാസ കാഴ്ചയാണ്. പക്ഷേ വിമാനക്കൊള്ളയുടെ കാലത്ത് വീണ്ടും കേരളം ഗൾഫ് കപ്പൽ യാത്രയുടെ ചർച്ച സജീവമാകുകയാണ്. മലബാറിൽ നിന്ന് ഗൾഫ് നാടുകളിലേക്ക് കപ്പൽ സർവീസ് തുടങ്ങുന്നത് പരിഗണിക്കുകയാണെന്ന് സംസ്ഥാന സർക്കാരും വ്യക്തമാക്കുന്നു. ഇതെത്രത്തോളം പ്രാവർത്തികമാകും എന്നതാണ് ചോദ്യം. 2001 വിമാന കമ്പനികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി കപ്പൽ സർവീസ് അവസാനിപ്പിച്ചത് നമുക്ക് മുന്നിലുണ്ട്. കോവിഡ് കാലത്ത് പോലും കപ്പൽ വഴി പ്രവാസികളെ നാട്ടിലെത്തിക്കാനുള്ള ചർച്ചകൾ ഉണ്ടായെങ്കിലും അതൊന്നും എവിടെയും എത്തിയില്ല. വിമാന കമ്പനികളുടെ വലിയ സമ്മർദ്ദം ഇപ്പോഴും തടസ്സമായി ഉയരില്ലേ? ഉയർന്ന ഇന്ധന നിരക്കിൽ എങ്ങനെ യാത്രാ നിരക്ക് കുറയുന്നത് പ്രാവർത്തികമാകും? പ്രവാസികൾ എന്ത് ചിന്തിക്കുന്നു? സർക്കാർ വിഭാവനം ചെയ്യുന്നത് എന്താണ്? പരിശോധിക്കുന്നു ഈ അരമണിക്കൂർ ഗൾഫ് TV. സ്വാഗതം. നമുക്കൊപ്പം ചേരുന്നു മലബാർ ഡെവലപ്മെന്റ് ഫോറത്തിന്റെ പ്രസിഡന്റ് KM ബഷീർ, ഒപ്പം സാമൂഹ്യ പ്രവർത്തകൻ കൂടിയായ ശ്രീ കരീം വെങ്കിടങ്ങ്. ആദ്യം തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിലിലേക്ക് പോകുകയാണ്. വളരെ പെട്ടെന്ന് മിനിസ്റ്റർ, ഗൾഫിലേക്ക് ഒരു കപ്പൽ സർവീസ് അത് സംസ്ഥാന സർക്കാരിന്റെ പരിഗണനയിലുണ്ടോ? വിദേശ മലയാളികൾക്ക് സീസൺ സമയത്ത് ഉയർന്ന ചാർജ് കൊടുത്തുകൊണ്ട് വിമാന ടിക്കറ്റ് എടുക്കാൻ പ്രയാസപ്പെടുന്ന പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് കുറഞ്ഞ നിരക്കിൽ നാട്ടിലെത്താനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് നേരത്തെ തന്നെ ഗവൺമെന്റ് ആലോചിച്ചതിന്റെ ഭാഗമായി കഴിഞ്ഞ ബജറ്റിൽ തന്നെ ഒരു ഫണ്ട് അതിനുവേണ്ടി നീക്കി വെച്ചിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ സാധ്യമാക്കാൻ സാധിക്കും എന്ന രീതിയിലുള്ള ചർച്ചകളാണ് ഇപ്പൊ നടന്നു വരുന്നത്. അത് അങ്ങനെയാണെങ്കിൽ അതിനൊരു റൂട്ട് ഉണ്ടാകണം. ഇപ്പോൾ സർക്കാരിന്റെ മനസ്സിൽ ഏത് റൂട്ടിലായിരിക്കണം ഈ കപ്പൽ യാത്ര ഉണ്ടാവുക എന്നുള്ളൊരു മനസ്സിൽ വിഭാവനം ചെയ്തിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ ഇതിനു വേണ്ടി സംസ്ഥാന സർക്കാരിന് ചെലവാക്കേണ്ടി വരുന്ന തുക, ആ തുക ഉപയോഗപ്പെടുത്തുന്നതെല്ലാം ഏതിൽ നിന്നായിരിക്കും? ബജറ്റില് പ്രവാസികളുടെ യാത്രാ സൗകര്യവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഫണ്ട് ഗവൺമെന്റ് നേരത്തെ തന്നെ നീക്കി വെച്ചിട്ടുണ്ട്. അതുകൂടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിമാന ടിക്കറ്റ് കുറക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ടെന്ന് ഒരു ഭാഗത്ത് പരിശോധിക്കുന്നുണ്ട്. മറുഭാഗത്ത് മറ്റെന്തെങ്കിലും സംവിധാനത്തിലൂടെ കപ്പൽ സർവീസ് പോലെയുള്ള സർവീസ് ഇത് നടത്തിക്കൊണ്ട് പ്രവാസി മലയാളികൾക്ക് പ്രയാസങ്ങൾ ലഘൂകരിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രധാനമായിട്ടും യാത്രക്കാരെ തെരഞ്ഞെടുക്കുന്നത് ഏത് രീതിയിലായിരിക്കുമെന്നും സർക്കാരിന് മുന്നിലൊരു ഐഡിയ ഉണ്ടോ? ഇപ്പൊ ഈ ഓൺലൈൻ രജിസ്ട്രേഷൻ പോലെ അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയ സർക്കാർ വിഭാവനം ചെയ്യുന്നുണ്ടോ? അതെ, ഞങ്ങൾ നോർക്കയുമായി സഹകരിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെ ഒരു ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. ആ ഡാറ്റക്ക് അനുസൃതമായാണ് പിന്നീട് ഇതിന്റെ ട്രിപ്പ് തീരുമാനിക്കപ്പെടേണ്ടത്. ദുബായിലേക്കുള്ള ഒരു സർവീസിനെ കുറിച്ചാണ് പ്രാഥമികമായി ചിന്തിക്കുന്നത്. കാര്യങ്ങൾ ഫൈനലിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടില്ല. പ്രാഥമിക ചർച്ചകൾ മാത്രമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അതേത് രീതിയിൽ പക്ഷേ യാത്രാ നിരക്ക് കുറയ്ക്കുമെന്നാണ് പ്രതീക്ഷ? ഈ വളരെ അടുത്ത് കിടക്കുന്ന 189 നോട്ടിക്കൽ മൈലുള്ള ലക്ഷദ്വീപിലേക്കൊക്കെ 4500 ടിക്കറ്റ് തുടങ്ങുന്നു. അതുതന്നെ കേന്ദ്ര സർക്കാരിൻ്റെ സബ്സിഡി എല്ലാം കൊണ്ടാണ്. അപ്പോൾ ഇത്രയും ദൂരെയുള്ള, അപ്പോൾ 1879 നോട്ടിക്കൽ മൈലൊക്കെയുള്ള ദുബായ് ഒക്കെ റൂട്ട് വിചാരിക്കുമ്പോൾ എങ്ങനെ നിരക്ക് കുറയ്ക്കൽ പ്രാവർത്തികമാകും? അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരേ സമയത്ത് തന്നെ നമുക്ക് ആഡംബര കപ്പലായും അതോടൊപ്പം പാസഞ്ചർ കപ്പലായും അതുപോലെ തന്നെ നമുക്ക് ഈ കണ്ടെയ്നറുകൾ വഹിക്കാനുള്ള സൗകര്യമുള്ള 3 മൾട്ടിപർപ്പസ് സംഭവം ചെയ്യാൻ പറ്റുമോ എന്നത് ഒക്കെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. വിശദമായി അതിന്റെ എക്സ്പെൻസസ് ഒക്കെ കണക്കാക്കി വരുന്നേ ഉള്ളൂ. അതിനുശേഷം മാത്രമേ വ്യക്തമായി പ്രതികരിക്കാൻ കഴിയുള്ളൂ. മിനിസ്റ്റർ, 2001 അവസാനത്തെ കപ്പൽ സർവീസ് നടക്കുന്നു. അപ്പോൾ അന്ന് എയർലൈനുകളുടെ വലിയ രീതിയിലുള്ള സമ്മർദ്ദമുണ്ടായി, അതുകൊണ്ട് അത് അവസാനിപ്പിക്കേണ്ടി വന്നു എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തവണയും ഇങ്ങനെ ഒരു ചർച്ച സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ അതും ഈ രീതിയിലുള്ള സമ്മർദ്ദത്തിന് വഴിപ്പെടാനുള്ള ഒരു സാധ്യതയില്ലേ? അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. കാരണം ഏതൊരു പ്രൊജക്റ്റും വരുമ്പോൾ നിലവിൽ അതിന്റെ ഉപഭോക്താക്കളായ ആളുകൾ സ്വാഭാവികമായും അവർക്ക് നഷ്ടമുണ്ടാവുമെന്ന് കണ്ടാൽ അതിനെതിരായി നീങ്ങും. അതിനൊക്കെ നമ്മൾ നേരിട്ട് കൊണ്ടുതന്നെ മുമ്പോട്ട് പോകേണ്ടതായിട്ട് വരും. ഏതായാലും ഇപ്പോ അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് എത്താത്തത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ ആലോചിച്ച് തീരുമാനിക്കാവുന്നേ ഉള്ളൂ. കേന്ദ്രത്തിന്റെ സഹകരണം പ്രതീക്ഷിക്കുന്നുണ്ടോ സംസ്ഥാനം? അതുണ്ടാകുമോ? കേന്ദ്ര സഹകരണം ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് എല്ലാ കാര്യങ്ങളും വിജയിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പൊ നമ്മുടെ വിഴിഞ്ഞം പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് വലിയ സഹകരണം കേന്ദ്രത്തിന്റെ ഭാഗത്ത് ലഭ്യമായിട്ടുണ്ടല്ലോ. അതേപോലെ തന്നെ ഇതിലും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം.
തീർച്ചയായും മിനിസ്റ്റർ, എപ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ ഒരു യാത്രയ്ക്ക്, ഒരു ചാർട്ടർ സർവീസിന് പച്ചക്കൊടി കാണിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ കൂടിയുണ്ട് സംസ്ഥാന സർക്കാർ? അല്ല, ഇത് സംബന്ധമായി കൂടുതൽ ചർച്ചകൾ നടത്തി എല്ലാ കണക്കെടുപ്പുകളും നടത്തിയതിനു ശേഷം മാത്രമേ വ്യക്തത വരുത്താൻ കഴിയുള്ളൂ. ഇപ്പോ നമ്മള് ഗൾഫും ഉള്ള ആളുകളുടെ താല്പര്യത്തിനനുസൃതമായി ഒരു ചർച്ച അങ്ങനെ തുടങ്ങി വെച്ചേ ഉള്ളൂ. കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരുന്നതിനനുസരിച്ച് പ്രതികരിക്കാം. വളരെയധികം നന്ദി. തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പ്രതികരിക്കുന്നത് സംസ്ഥാന സർക്കാർ സജീവമായി ഈ വിഷയം പരിഗണിക്കുന്നു എന്നുള്ളതാണ്. പ്രവാസി അതിഥികൾ നമുക്കൊപ്പം ചേരുമ്പോൾ പ്രവാസിയും സാമൂഹ്യ പ്രവർത്തനമായ കരീം വെങ്കിടങ്ങ് നമുക്കൊപ്പം ചേരുന്നു. ഇങ്ങനെ ഒരു നിർദ്ദേശം സംസ്ഥാന സർക്കാർ പരിഗണിക്കുമ്പോൾ 400 ദിർഹത്തിന് 2001 മലയാളി നടത്തിയ ഒരു കപ്പൽ യാത്ര കൂടി സ്വാഭാവികമായും പ്രവാസികളുടെ മനസ്സിൽ ഉയരും. ടൈലോ ഫെറി കമ്പനിയുടെ അൽ സലാൻ താബ എന്ന കപ്പലിന്റെ പേരിനൊപ്പം മലയാളി ചേർത്ത് വെക്കുന്ന മറ്റൊരു പേരുണ്ട്, അൽഗേത്ത് അൽ മൂസ ട്രാവൽസ്. അതിന്റെ ജനറൽ മാനേജറും പങ്കാളിയും ആയിരുന്ന ഒരാൾ കൂടിയാണ് കരീം വെങ്കിടങ്ങ്. ശ്രീ കരീം വെങ്കിടങ്ങ്, സ്വാഭാവികമായിട്ടും ഈ ഒരു മേഖലയിൽ തന്നെ നിൽക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ഒരു സാധുത, ഇതിൻ്റെ ഒരു വെല്ലുവിളി താങ്കൾക്ക് പറയാൻ കഴിയും. കോവിഡ് കാലത്ത് ഇങ്ങനെ ഒരു സജഷൻ ഉണ്ടായിരുന്നതാണ്, ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷേ അതെവിടെയും എത്തിയില്ല. കോവിഡ് കാലത്ത് പോലും നടപ്പാക്കാൻ കഴിയാതിരുന്ന ഒരു നിർദ്ദേശം ഇപ്പോൾ പരിഗണനയിലുണ്ട് സംസ്ഥാന സർക്കാർ എന്നൊക്കെ പറയുമ്പോൾ അത് എത്രത്തോളം സാധ്യത പ്രതീക്ഷിക്കുന്നുണ്ട് താങ്കൾ? ഇതിങ്ങനെ രണ്ട് രൂപമായിട്ട് കാണാൻ പാടില്ല ഒരിക്കലും. ഈ സീസണിൽ നമുക്ക് ഷിപ്പ് ഓടിക്കാം, സീസൺ അല്ലെങ്കിൽ നമുക്ക് ഷിപ്പ് വേണ്ട, അല്ലെങ്കിൽ കൊറോണ സമയത്ത് ഷിപ്പ് വേണം എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മളെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും 365 ദിവസവും പാസഞ്ചേഴ്സ് പോകാനുള്ള പാസഞ്ചേഴ്സ് ഇവിടെ ഉണ്ട് ഗൾഫിൽ. അതിന് യാതൊരു വിഘ്നവും വരില്ല. വളരെ നന്നായിട്ട് ഗവൺമെന്റും നമ്മുടെ നാട്ടുകാരും പ്രവാസികളൊക്കെ കൂടി ചേർന്ന് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് മാസത്തിൽ 2 അല്ലെങ്കിൽ 3 ഷിപ്പുകൾ ഇവിടുന്ന് റെഗുലർ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഞങ്ങളുടെ എക്സ്പീരിയൻസ്. പ്രത്യേകിച്ച് ഞാനൊക്കെ ഇതിന്റെ സ്റ്റാർട്ടിങ് മുതൽ ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇത് കൊണ്ട് നടക്കേണ്ടത് എന്നുള്ള 100% വിവരം ഞങ്ങൾക്കറിയാം. അത് മുതലെടുത്തുകൊണ്ട് ഇപ്പോഴും ഞാൻ പറയുന്നു, ഗൾഫ് മലയാളികൾ, പ്രവാസികൾ, മൊത്തം ഇന്ത്യക്കാർക്കും അനുയോജ്യമായ ഒരു രീതി ഗവൺമെന്റും അതുപോലെ പ്രവാസി വകുപ്പും കൂടി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇതിനൊരു സമയപരിധി വേണ്ട. കാരണം 100% ഞങ്ങള് ഷിപ്പ് തുടങ്ങുമ്പോൾ, ഷിപ്പിന്റെ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അത് ഞങ്ങൾക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയായിരുന്നു. അത്രമാത്രം ജനങ്ങളാണ് വന്ന് തടിച്ചു കൂടിയിരുന്നത്. ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള 5 സ്റ്റാർട്ടിങ് വിത്തിലുള്ള 5 ഷിപ്പും കംപ്ലീറ്റ് ഫുള്ളായിരുന്നു. പക്ഷെ ഓടിക്കാൻ പറ്റിയില്ല നമുക്ക്. അപ്പോൾ അതിനുള്ള സന്ദർഭം ഉണ്ടായില്ല. നമുക്ക് അതിനു വേണ്ടിയുള്ള ഗവൺമെന്റ് സപ്പോർട്ടോ ആരുടെ സപ്പോർട്ടും കിട്ടിയില്ല. അല്ലെങ്കിൽ ഗവൺമെന്റ് നമ്മളെ സപ്പോർട്ട് ചെയ്യായിരുന്നെങ്കിൽ ഇന്നും അത് നടക്കുമായിരുന്നു, ആ കൃഷി യാത്രകളൊക്കെ നടക്കുമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, നമ്മുടെ എപ്പോഴും പ്രവാസി മലയാളികളോട് ചെയ്യുന്ന ആ ക്രൂരത ഇതിലും കണ്ടു നമ്മൾ ഷിപ്പ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, ഞാൻ തിരികെ എത്താം. ശ്രീ കെ എം ബഷീർ, MDF ഇതനുസരിച്ച് ഒരു പ്രോജക്റ്റ് തന്നെ തയ്യാറാക്കിയിരിക്കുന്നു. താങ്കൾ എന്തുകൊണ്ട് കരുതുന്നു ഇങ്ങനെ ഒരു നിർദ്ദേശം പ്രാവർത്തികമാകുകയില്ല, അല്ലെങ്കിൽ ഇത് ഫീസിബിൾ അല്ല എന്ന് എന്തുകൊണ്ട് കരുതുന്നു? 2001 ഒരു അനുഭവം അനുസരിച്ച് കൊണ്ടുകൂടിയാണല്ലോ ശ്രീ കരീം വെങ്കിടങ്ങ് ഇത് പ്രാവർത്തികമാകും, 365 ദിവസവും നടപ്പിലാകുമെന്നുള്ള ആത്മവിശ്വാസം പ്രകടമാക്കുന്നത്? നല്ലൊരു നിർദ്ദേശമാണ് ബഹുമാനപ്പെട്ട ഷബലിയാർ ചാക്കുണ്ണി മുഖേന സംസ്ഥാന സർക്കാരിൽ സമർപ്പിക്കപ്പെട്ടത്. അദ്ദേഹം നമ്മുടെ സുഹൃത്താണ്, അതുപോലെ പ്രിയങ്കരനായ മന്ത്രിയും. വളരെ നല്ല ഉദ്ദേശത്തോടു കൂടി പ്രവാസികളെ സംരക്ഷിക്കാനും അവിടെ യാത്ര സുഗമമാക്കുക എന്ന നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പദ്ധതിയുമായി വന്നിട്ടുള്ളത് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അവർക്ക് സർവ്വവിധ പിന്തുണയും ഐക്യദാർഢ്യവും നൽകാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഇതുമായുള്ള സാങ്കേതിക വശങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ ബേപ്പൂർ തുറമുഖം ഇന്ത്യയിലെ, അത് 1500 കൊല്ലങ്ങൾക്ക് മുമ്പേ ഇന്ത്യയിൽ അറിയപ്പെടുന്ന 2 തുറമുഖങ്ങൾ, അതായത് ഒന്ന് മുംബൈ പോർട്ടും ബേപ്പൂർ തുറമുഖവും മാത്രമായിരുന്നു ലോക തുറമുഖങ്ങളുടെ ഭൂപടത്തിൽ രേഖപ്പെടുത്തപ്പെട്ടത്. അതിൽ പ്രധാനപ്പെട്ട ബേപ്പൂർ തുറമുഖം അടക്കം കേരളത്തിലെ 12ഓളം മൈനർ പോർട്ടുകളും 4ഓളം തുറമുഖങ്ങളിൽ കൊച്ചിയും മറ്റും വളരെ ശക്തിയായി പ്രവർത്തിക്കുന്നു. ബാക്കിയുള്ള മൈനർ പോർട്ടുകളുടെ സ്ഥിതി വളരെ മോശമാണ്, പിന്നോക്കാവസ്ഥയിലാണ്. പക്ഷെ ഇപ്പോൾ നല്ലൊരു ആർജവമുള്ള ഒരു മിനിസ്റ്റർ ദേവർകോവിൽ വളരെ ശക്തമായി തന്നെ തുറമുഖങ്ങളുടെ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഈ യാത്രാ കപ്പലിനെ കുറിച്ച് പറയുമ്പോൾ
നമ്മൾ പഴയ യാത്രാ കപ്പലിനെ കുറിച്ച് പറയുമ്പോൾ ഏതാണ്ട് 10-30 വർഷം മുമ്പ് ഷാർജ കേന്ദ്രീകരിച്ച ഗൾഫ് ഗ്രൂപ്പ് ഇന്റർനാഷണൽ, പ്രിയങ്കരനായ എന്റെ സുഹൃത്ത് കരീം വെങ്കടങ്ങിന് അറിയാൻ പറ്റും. ഷാർജയുടെ ഷെയ്ഖ് ഖാലിദിന്റെ മകനും UAE സ്പോർട്സ് യൂത്ത് മിനിസ്റ്ററുമായ ഷെയ്ഖ് ഫൈസൽ ബിൻ ഖാലിദ് അൽ ഖാസിമി GGI ഗൾഫ് ഗ്രൂപ്പ് ഇന്റർനാഷണൽ നല്ല ഒരു കപ്പൽ കൊച്ചിയിലേക്ക് ആരംഭിച്ചു. ഷാർജ പോർട്ട് ഖാലിദിൽ നിന്ന് കൊച്ചിയിലേക്കായിരുന്നു. ഞങ്ങളെല്ലാം വളരെ ആഘോഷിച്ചു. ഞാൻ പലർക്കും അതിൽ തൊഴിൽ വാങ്ങിക്കൊടുത്തു. വളരെ ആഘോഷപൂർവ്വം പരസ്യങ്ങളും വലിയൊരു ആഘോഷത്തോടു കൂടിയാണ് ആ കപ്പലിൽ നമ്മൾ യാത്ര അയച്ചത്. പക്ഷെ നിർഭാഗ്യവശാൽ തുടക്കത്തിൽ തന്നെ അതിനൊരു 10% പോലും യാത്രക്കാരില്ലായിരുന്നു. തിരിച്ചു പോകുമ്പോൾ വളരെ നിരാശരായി 0% യാത്രക്കാരുമായി പോകേണ്ടി വന്നു. ആ കപ്പൽ സർവീസ് അതോടുകൂടി ഷെയ്ഖ് ഫൈസൽ GGI ഗ്രൂപ്പ് ഉപേക്ഷിച്ചു. അത് അങ്ങനെ ഒരു വലിയൊരു ദുരന്തം നമ്മുടെ കൈവശം. അന്ന് ടിക്കറ്റിന് 950 ദിർഹംസ് ആയിരുന്നു വില, 950 ദിർഹംസ്. അന്ന് എയർ ടിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തുക നൽകേണ്ടി വരും. സാധാരണ പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം 6-7 മാസം ജോലി ചെയ്ത ആ തുക ഉണ്ടെങ്കിൽ മാത്രമായിരുന്നു ടിക്കറ്റ് എടുക്കാൻ കഴിയുമായിരുന്നു. 600-400 ദിർഹമൊക്കെ ആയിരുന്നു അന്ന് ടിക്കറ്റിന്റെ വില. കരീം വെങ്കടങ്ങ് നമ്മൾക്ക് അവിടെ ഉള്ള സമയത്താണ് ഇത് നടന്നത്. ഇപ്പോ ഒരു 5000-6000 രൂപക്കും എയർ ടിക്കറ്റ് കിട്ടുന്ന സീസണുകളുണ്ട്. ചില പെരുന്നാൾ, ക്രിസ്മസ് പോലുള്ള സീസണുകളിൽ മാത്രം വീക്ക് ടിക്കറ്റിന് വില വരുന്നത്. സാധാരണ പ്രവാസിക്ക് സീസൺ നോക്കാതെ വില കുറഞ്ഞ സമയത്ത് വരാനുള്ള സാധ്യത ഉണ്ട്. അന്നേ യാത്രക്കാരില്ലാതെ പൂട്ടിയ കപ്പൽ ഷെയ്ഖ് ഫൈസലിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ചു. പിന്നെ ബേപ്പൂർ തുറമുഖത്തിൽ നിന്ന് ദുബായിലേക്കോ ഷാർജയിലേക്കുള്ള പ്രൊജക്ട്. ബേപ്പൂർ തുറമുഖത്തിൽ നിലവിൽ 4 മീറ്ററാണ് ഡ്രാഫ്റ്റ്. ഇപ്പോൾ ഡ്രിഡ്ജിങ് നടന്നുകൊണ്ടിരിക്കുന്നു, ചളിവാരൽ നടന്നുകൊണ്ടിരിക്കുന്നു. കൂടിയാൽ 7 മീറ്റർ ആഴം കൂടും. അപ്പോൾ അങ്ങനെ 7 മീറ്ററുള്ള ആഴത്തിൽ ദുബൈയിൽ നിന്ന് വിദേശ കപ്പൽ ചാനലിലൂടെ വരുന്ന കപ്പലുകൾക്ക് ലാൻഡ് ചെയ്യാൻ സാധ്യമല്ല എന്നുള്ള ഒരു സാങ്കേതിക പ്രശ്നം നമ്മൾ മനസ്സിലാക്കണം. അത് പരിഹരിക്കുക എന്നുള്ളത് വലിയ കീറാമുട്ടിയാണ്. നിങ്ങൾക്കറിയാം, വാസ്കോഡി ഗാമ കപ്പലിറങ്ങിയത് കൊല്ലം കോവളത്താണ്, കാപ്പാടല്ല. കാപ്പാട് അത് ചരിത്രത്തെ വളച്ചൊടിച്ചതാണ്. കാപ്പാട്, അതായത് കൊയിലാണ്ടി പന്തലായിനി കൊല്ലത്തെ കാപ്പാട് കൊല്ലം കോവളത്ത് പോർട്ടിലായിരുന്നു അടുപ്പിച്ചത്. ആ പോർട്ടുകളൊന്നും ഇന്ന് കാണാനേ ഇല്ല. അതേ അവസ്ഥ തന്നെയാണ് കേരളത്തിലെ 18ഓളം മൈനർ പോർട്ടുകളിൽ സംഭവിച്ചിരിക്കുന്നത്. ചരിത്രം പറയുന്നുണ്ട്. അതായത് ഇബിൻ ബത്തൂത്തയും അൽബറൂണിയുടെ ഒക്കെ പുസ്തകങ്ങൾ, ഗ്രന്ഥങ്ങൾ, അതിന്റെ ഇംഗ്ലീഷ് മലയാളം പതിപ്പുകൾ അതെല്ലാം വായിക്കുമ്പോൾ ബേപ്പൂരിനെ കുറിച്ച് ഒരുപാട് അത്ഭുതങ്ങൾ. ഏതാണ്ട് 500 വർഷങ്ങൾക്ക് മുമ്പ് 500 ആളുടെ കപ്പലുമായി ബേപ്പൂരിൽ നിന്ന് യാത്രാ കപ്പലൊക്കെ പുറപ്പെട്ടതായി പല ചരിത്രങ്ങളിലും കാണുന്നുണ്ട്. പക്ഷെ ഇന്ന് അതല്ല, 4 മീറ്ററാണ് അതിന്റെ ഡ്രാഫ്റ്റ് ഉള്ളത്. നിങ്ങൾക്കറിയാം, ഈ അടുത്ത കാലത്ത് നമ്മളെല്ലാം ഒരുപാട് കൊട്ടിഘോഷിച്ച് ശക്തമായി പ്രവർത്തിച്ചതിന് ശേഷം ഒരു മലയാളി മാനേജ്മെന്റിലുള്ള ഒരു കണ്ടെയ്നർ ഷിപ്പർ ഹോപ്പ് 7 വളരെ ആഘോഷപൂർവ്വം നമ്മളിവിടെ കൊണ്ടുവന്നു. ഹോപ്പ് 7 എന്ന കപ്പൽ, അതിൽ 102 കണ്ടെയ്നറുകൾ കയറ്റാനുള്ള ഒരു കൊച്ചു കപ്പലാണ്. ആ കപ്പലിൽ 55 കണ്ടെയ്നറുമായും ആണ് സാധാരണ ബേപ്പൂരിനെ ലക്ഷ്യം വെച്ച് കൊച്ചിയിൽ നിന്ന് ലോഡ് കയറ്റി വരാറ്. കൊച്ചിയിൽ നിന്ന്, വിദേശത്തു നിന്നല്ല. ആ കപ്പൽ തന്നെ പ്ലാറ്റ്ഫോമിൽ വറഫിൽ അടുപ്പിക്കാൻ വേലിയേറ്റം നോക്കി മണിക്കൂറുകളോളം ഡീസലും അടിച്ച് കപ്പൽ ആഴക്കടലിൽ കാത്തു നിന്നിട്ടുണ്ട്. ഇപ്പോ ബേപ്പൂരിലേക്ക് ഒരു പാസഞ്ചർ കപ്പൽ കൊണ്ടുവരികയാണെങ്കിൽ പലരും നിർദ്ദേശിക്കും ആഴക്കടലിൽ നിർത്തി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജോ മറ്റു ചെറുതോണികളിലോ ആക്കി യാത്രക്കാരെ കരക്കടുപ്പിക്കുന്നത്. അത് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ ഒരിക്കലും അനുവദിക്കില്ല. പല നൂലാമാലകളും. ഞാൻ തിരികെ എത്താം. ശ്രീ കരീം വെങ്കടങ്ങ്, സാങ്കേതികമായിട്ടുള്ള ചില വിഷയങ്ങൾ അത് വലിയ വെല്ലുവിളിയാകും എന്ന് പറയുന്നത് ഒരു വശത്ത്, അതോടൊപ്പം തന്നെ യാത്രാ നിരക്ക് സംബന്ധിച്ച് സീസണൽ ആയിട്ടല്ല ഇങ്ങനെ ഒരു കപ്പൽ സർവീസ് വേണ്ടത് എന്ന് താങ്കൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായും സീസൺ അല്ലാത്ത സമയത്ത് എത്രത്തോളം യാത്രക്കാർ ഇത് പ്രിഫർ ചെയ്യും എന്നുള്ളൊരു ചോദ്യം ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 വിഷയങ്ങൾ ഒരു കീറാമുട്ടിയായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് എന്നാണോ? ഞാനിതിനൊരു ഡിബേറ്റിന് വരെയല്ല, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞതാണ്. ഇപ്പോഴും ആ രീതി നമ്മൾ 30 കൊല്ലം 35 കൊല്ലം മുമ്പത്തെ കാര്യം പറയുകയാണെങ്കിൽ അന്നല്ല ഇന്നത്തെ ഗൾഫ്. അതിൻ്റെയൊക്കെ ഒരു എത്രയോ 100 കണക്കിന് ഇരട്ടി പാസഞ്ചേഴ്സ് നമ്മളെ കയ്യിലുണ്ട് ഇന്ന് ഈ ഗൾഫ് നാടുകളിലുണ്ട്. അവർക്കൊക്കെ തിരിച്ചു പോകാനുള്ള ഒരു സാധ്യത ഇന്നത്തെ നോക്കുകയാണെങ്കിൽ ഇന്ന് എയർലൈൻസ് കംപ്ലീറ്റ്ലി വലിയ ചാർജ് ചെയ്യുന്നതാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഈ സൗദി അറേബ്യ, മറ്റുള്ള UAE ഉള്ള രാജ്യങ്ങളെ പോലെ നമ്മളെ ഗവൺമെന്റ് നമ്മളെ സഹായിക്കണമെങ്കിൽ അവർക്ക് സബ്സിഡി കൊടുക്കാം. സബ്സിഡി കൊടുത്തിട്ട് പാസഞ്ചേഴ്സിനെ കൊണ്ടുവരാം. ഗവൺമെന്റ് എന്തായാലും 15 കോടി റുപ്യ
ഗൾഫ് പ്രവാസികൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഇപ്പൊ പറഞ്ഞല്ലോ. നമ്മൾ ആദ്യം അത് പേപ്പറിലൂടെ കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം ഇവിടെ വന്നപ്പോ 3 മാസം മുൻപ് വന്നപ്പോ ഞങ്ങൾ വലിയൊരു റിസപ്ഷൻ കൊടുത്തപ്പോ ഞാൻ ഈ ഷിപ്പിനെ പറ്റിയിട്ട് പറഞ്ഞപ്പോ അന്ന് പങ്കെടുത്ത ജനങ്ങൾ മുഴുവൻ 100% ഭയങ്കരമായിട്ട് വാശിയോടെ കൈയടിക്കുകയും അതിനെപ്പറ്റി സപ്പോർട്ട് ചെയ്യുകയും ചെയ്തൊരു ശ്രദ്ധ അദ്ദേഹം കണ്ടിരുന്നു. അത് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാവും എന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയാം. അപ്പൊ നമ്മള് ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാ ആഴ്ചകളിലും മീറ്റിംഗ് കൂട്ടി ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും 100% ഇതൊരു വലിയ ഒരു സക്സസ് ആയിട്ട് രൂപപ്പെടാൻ സാധ്യതയാണ്. നമ്മൾ സാധാരണ ഈ ചെറിയ ഷിപ്പ് ഇവിടുന്ന് കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ ഈ നമ്മൾ അറേബ്യൻ സീയിൽ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല എന്നുള്ളത്. ഞങ്ങൾ ഉപയോഗിച്ച ഷിപ്പ് 1500 ആൾക്ക് സീറ്റും 100 അതിലെ പണിക്കാരും കൂടി ഉണ്ടായിരുന്ന 1600 സീറ്റാണ് നമ്മൾ ഫസ്റ്റ് ഷിപ്പ് തന്നെ അങ്ങോട്ട് പോയത്. ആ ഷിപ്പ് പോകുമ്പോൾ നമ്മൾ ദുബായിൽ നിന്നുള്ള പാസഞ്ചേഴ്സ് മാത്രമല്ലായിരുന്നു അതിൽ. നമ്മൾ ബഹ്റൈനിൽ നിന്ന് പുറപ്പെട്ട് ബഹ്റൈൻ, ദോഹ, ദുബായ് എന്ന സ്ഥലത്ത് ദുബായിൽ നിന്ന് 700 പാസഞ്ചറാണ് ഉണ്ടായിരുന്നത്. എന്നിട്ടാണ് ഈ ഷിപ്പ് നമ്മൾ കൊച്ചിയിലേക്ക് പോയത്. ഞങ്ങൾക്ക് ഇന്നിപ്പോ പറയുന്ന പോലെ യാതൊരു സംവിധാനവും കൊച്ചിയിൽ ഉണ്ടായിരുന്നില്ല. യാതൊരു സംവിധാനം ഉണ്ടായിരുന്നില്ല. പാസഞ്ചർ ബർത്ത് ഇല്ല, കസ്റ്റം കേന്ദ്രം ഇല്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഞങ്ങൾ ചെയ്യേണ്ടി വന്നു. എന്നിട്ട് പോലും നമ്മളത് വളരെ സക്സസ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തല്ലോ. വീണ്ടും ഞങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാമായിരുന്നു. പക്ഷെ ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവന്നു ഗവൺമെന്റ്. അതായത് ഇതുപോലെ പറ്റില്ല, ഇന്ന കാര്യങ്ങളൊക്കെ വേണമെന്നുകൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല. അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അതിന് ഇന്ന് നമ്മുടെ ഗൾഫ് ഇന്ത്യക്കാർ മുഴുവൻ, പ്രത്യേകിച്ച് ഗൾഫ് മലയാളികൾ ഖേദിക്കുന്നുണ്ട് വളരെ. എപ്പോ നോക്കിയാലും എല്ലാവരും തന്നെ പറയാറുള്ളൂ. ഇപ്പൊ നമ്മള് എയർ കേരള ഒരു സംവിധാനം കൊണ്ടുവന്നു, എയർ കേരള എന്ന് പറഞ്ഞിട്ട്. അത് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെന്ന് നമുക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം എയർലൈൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്, അതിന്റെ കോസ്റ്റ് അങ്ങനെ തന്നെയാണ്. ഓടിച്ചെന്നിട്ട് അത് കുറച്ച് കൊടുത്തിട്ട് പോകാൻ പറ്റിയെന്ന് വരില്ല. അതിന്റെ ഒരു ആൾട്ടർനേറ്റീവ് ആവാൻ സാധ്യതയുള്ള സംഭവം തന്നെയാണ് ഈ ഷിപ്പ്. 2015 നിയമസഭയിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇത് അനൗൺസ് ചെയ്തതാണ്. നമ്മുടെ അടുത്ത് തന്നെ ഇത് തുടങ്ങുന്നൊക്കെ പറഞ്ഞിട്ട് അത് യാഥാർത്ഥ്യമായില്ലല്ലോ, എന്ന് ചെയ്തില്ല. എന്നതുപോലെ ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ദേവർകോവിൽ പറഞ്ഞ ആ രീതി ഉണ്ടല്ലോ, ദയവ് ചെയ്ത് അത് ഞങ്ങൾ പ്രത്യേകിച്ച് പറയുന്നു, ഗൾഫ് മലയാളികള് ദയവ് ചെയ്ത് അതും ഇല്ലാതാക്കരുത്. തീർച്ചയായിട്ടും ഞാൻ തിരികെ എത്താം. ഏതായാലും വിമാനയാത്രാ നിരക്ക് വലിയ രീതിയിൽ കൂടുമ്പോൾ പിന്നെ എന്ത് ബദലുണ്ട് എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണ്. ഇതല്ലാതെ പിന്നെ ഇതിനെക്കുറിച്ചാണ് ചിന്തിക്കാൻ സാധിക്കുക. കരീം വെങ്കിടങ്ങ് ഒപ്പം കെ എം ബഷീർ, രണ്ടുപേരിലേക്ക് തിരികെ വരാം വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശ്രീ കരീം വെങ്കിടങ്ങ്, വിമാന കമ്പനികളുടെ ഒരു വലിയ ലോബി ഇതിന് പിറകിൽ നിൽക്കുന്നു. 2001 താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ആ സർവീസ് അവസാനിപ്പിക്കുന്നതിന് പിറകിൽ വിമാന കമ്പനികളുടെ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. സ്വാഭാവികമായിട്ടും അതിപ്പോഴും പ്രതീക്ഷിക്കണ്ടേ? അങ്ങനെയുള്ള ചില തടസ്സങ്ങളെല്ലാം ആന്റിസിപ്പേറ്റ് ചെയ്യേണ്ടേ? തീർച്ചയായിട്ടും അതിനെപ്പറ്റി വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ പറയുന്ന പോയിന്റ്. അന്നും അന്ന് എയർ ഇന്ത്യയുടെ റീജിയണൽ ഡയറക്ടർ ആയിരുന്നു ക്യാപ്റ്റൻ പി സിംഗ്. അദ്ദേഹമായിട്ട് ഞങ്ങൾ ഇതിനെപ്പറ്റി സംസാരിക്കേണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഇത് എയർ ഇന്ത്യനെ ബാധിക്കില്ല, അല്ലെങ്കിൽ എയർ പാസഞ്ചേഴ്സിനെ ബാധിക്കില്ല എന്നൊരു ധാരണയായിരുന്നു പുള്ളിക്കുണ്ടായിരുന്നത്. പക്ഷേ ഒരു മാസത്തിനുള്ളിൽ 3000 ആൾക്കാർ ഇവിടുന്ന് ഷിപ്പിൽ അങ്ങോട്ട് യാത്രയായെന്ന് പറഞ്ഞപ്പോ അത് യഥാർത്ഥത്തിൽ എല്ലാ എയർലൈനുകളും പേടിപ്പിക്കേണ്ടായത്. അതിനനുസരിച്ചുള്ള അവരുടെ ലോഡ് ഫാക്ടർ കുറയും ചെയ്തു. അപ്പോൾ ഇത് വളരെ നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ള ചിന്ത എല്ലാവർക്കും ഉണ്ടായിരുന്നു. എല്ലാ എയർലൈനും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതും അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കത് ആര് ചെയ്തു, എന്ത് ചെയ്തു, ആരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നല്ല പറയുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് എല്ലാവരും പറയുന്നു. എല്ലാ റിപ്പോർട്ട് അടക്കമുണ്ടായിരുന്നു. അങ്ങനെയാണ് അത് സ്റ്റോപ്പ് ആവാനുള്ള കാരണം. അന്ന് ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെ അല്ലല്ലോ, ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി ദേവർകോവിൽ കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പാസഞ്ചേഴ്സിനെ മാത്രം ഇവിടുന്ന് പോകുന്ന പ്രവാസി പാസുകൾ മാത്രം കാത്തിട്ടുള്ള ഒരു ഷിപ്പ് തുടങ്ങരുത്. അതിനുള്ള ഒരുപാട് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ നമുക്ക് ചെയ്യാവുന്ന കാർഗോ, ടൂറിസം, അതുപോലെ തന്നെ ഈ ആരോഗ്യ ഇതിനുള്ള, അതായത് ആയുർവേദ ട്രീറ്റ്മെന്റ് വളരെയധികം സാധ്യതയുള്ള ഒരു പ്രദേശമാണ് ഇത്. അതായത് ഇവിടുത്തെ ലോക്കൽസ് തന്നെ ഒരുപാട് നമ്മളെ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. അത് ദീർഘിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു വിധം ബിസിനസ്സും ലോഡും ഇവിടെ നിന്ന് കിട്ടാൻ സാധ്യതയുള്ളതാണ്. ഇത് നമ്മൾ മറക്കരുത്.
ഈ നമ്മളിപ്പോ ചിന്തിക്കുന്നത് വെറുതെ പ്രവാസികൾ ഉണ്ടാവില്ല അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഉണ്ടാവില്ല എന്നാണ്. കസ്റ്റമേഴ്സ് ഉണ്ട്. ഇവിടുന്ന് ഇപ്പോ ഷിപ്പ് പോവാണെങ്കിൽ ഞങ്ങൾ ചെയ്തിരുന്നത് ഒരാൾക്ക് 200 കിലോയായിരുന്നു നമ്മൾ കൊടുത്തിരുന്നത്. അപ്പൊ ഒരു 1500 പാസഞ്ചേഴ്സ് ഉണ്ടെങ്കിൽ എത്ര കിലോ? അത് മാത്രം ഉണ്ടല്ലോ. അത് കൂടാതെ 20 കാറുകൾ, അതുമാതിരി തന്നെ ഒരുപാട് കാർഗോ നമ്മൾ ഇവിടുന്ന് കയറ്റിയാക്കുണ്ടായി. ഇതൊക്കെ ഈ ഷിപ്പ് ബിസിനസ്സിൽ പെട്ടതാണ്. നമ്മൾ ഇൻകം കണക്ക് കൂട്ടുമ്പോൾ അതുകൊണ്ട് നമുക്ക് മുതലാവില്ല, അതുകൊണ്ട് നടക്കില്ല എന്ന് പറയാനായിട്ട് മുമ്പ് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് ഗവൺമെന്റ്. ഇത് കണക്കിലെടുക്കണം. ഞാൻ പറയുന്നില്ല, അന്ന് MM ഹസനായിരുന്നു മിനിസ്റ്റർ ഓഫ് പാർലമെന്ററി അഫയേഴ്സ് ആൻഡ് നോർക്ക. അദ്ദേഹം ഇതിന്റെ പിന്നിൽ ഒരുപാട് പ്രവർത്തിച്ചതാണ്. എനിക്കറിയാം, പേഴ്സണലായിട്ട് എനിക്കറിയാം. കാരണം പുള്ളി ഇവിടെ 1-2 പ്രാവശ്യം വരികയും ഒരുപാട് ഇതിനു വേണ്ടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് ക്ലിയർ ആയിട്ട് അറിയാം എന്താണ് സംഭവം എന്നുള്ളതൊക്കെ. എന്നതുപോലെ നമ്മൾ ഗവൺമെന്റ് അഫയേഴ്സ് ഇപ്പോഴത്തെ മിനിസ്റ്ററും ചീഫ് മിനിസ്റ്ററും എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവർക്കും ഇവിടുന്ന് ഗൾഫ് മലയാളികളുടെ ഒരു യോഗം വിളിച്ചു കൂട്ടിയിട്ട് അതിൽ വെച്ചൊന്ന് ഡിസ്കസ് ചെയ്യൂ. അപ്പൊ അറിയാൻ ക്ലിയർ ആയിട്ട്. തീർച്ചയായും ശ്രീ കരീം വെങ്കടങ്ങ്, ഞാൻ ശ്രീ KM ബഷീർ കൂടി, ഞാൻ സമയപരിമിതി കൊണ്ട് ഇത് വിഷയത്തിനകത്ത് നമുക്ക് അധികം ചോയ്സ് ഇല്ല. അതുകൊണ്ട് പല രീതിയിൽ ഇതിനുള്ള ചില സജഷൻസ് ആണല്ലോ ശ്രീ കരീം വെങ്കടങ്ങ് പറയുന്നത്. അത് യാത്ര മാത്രമല്ല, കാർഗോ വഴിയാണെങ്കിൽ, ഒരുപക്ഷെ ആയുർവേദമാണെങ്കിൽ, ടൂറിസം ആണെങ്കിൽ, അങ്ങനെ പലത് ക്ലബ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു യാത്ര, അതാണ് ഫീസിബിളായിട്ട് നടക്കാൻ സാധ്യതയുള്ളത് എന്ന് പറയുന്നു. മറ്റു ഓപ്ഷൻ ഒന്നുമില്ലെങ്കിൽ ഇത് പൂർണ്ണമായ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി അതിലേക്ക് വളരെ കാര്യമായി ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പോഴും താങ്കൾ ഇത് എത്ര ദിവസം എടുക്കും? സാധാരണ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളമുള്ള ടെൻഷൻ അതായിരിക്കും. എത്ര സമയം എടുക്കും? എത്ര ദിവസം എടുത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയും? ഏകദേശം എത്ര നിരക്ക് വരും? അങ്ങനെ താങ്കൾ എങ്ങനെയാണ് അത് കണക്ക് കൂട്ടുന്നത്? എന്നോടാണോ? അതെ, ശ്രീ KM ബഷീർ. ഇപ്പൊ ഞാൻ ലക്ഷദ്വീപിൽ നിന്ന് തന്നെ ഉള്ള കാൽക്കുലേഷൻ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 1900-ഓളം നോട്ടിക്കൽ മൈൽസ് യാത്രക്ക് UAE-യിൽ നിന്ന്, അതായത് മുമ്പ് UAE-ലും നാട്ടിലൊക്കെ ഇന്ധനത്തിന്, ഡീസലിന് വളരെ വില കുറവാണ്. ഇപ്പോൾ 2 ഭാഗത്തേക്കുള്ള ഇന്ധന കപ്പൽ ലോഡ് ചെയ്ത് വരാണെങ്കിൽ തന്നെ ഞങ്ങളുടെ കണക്ക് കൂട്ടൽ ഒരു 45,000-നും 50,000-ത്തിലും കുറച്ച് വൺ വേ ടിക്കറ്റ് നൽകേണ്ടി വരും. അത് നമുക്ക് പറയാനുള്ള ഒരു ഓപ്ഷൻ, പദ്ധതി നടക്കട്ടെ, പ്രൊജക്ട് മുന്നോട്ട് പോട്ടെ. കാരണം അത് ഒരു ടൂറിസം കപ്പലാണെങ്കിൽ സാധ്യത ഉണ്ട്. അതിന്റെ കൂടെ കാർഗോ കയറ്റുമതി, ഹ്യൂജ് കാർഗോ, ദുബായിൽ നിന്ന് ഒരുപാട് കണ്ടെയ്നർ നാട്ടിലേക്ക് വരുന്നുണ്ട്, ആ കാർഗോ കയറ്റുമതി, അങ്ങനെ ഒരു കൺസെപ്റ്റ്. അല്ലാതെ വെറും യാത്രാ കപ്പലാണെങ്കിൽ ഇത് പരാജയത്തിൽ വൻ നഷ്ടത്തിൽ കൂപ്പുകെത്തുമെന്നുള്ളതിൽ യാതൊരു തടസ്സവുമില്ല. ഇന്ത്യയിലെ പ്രമുഖരായ വിദഗ്ധർ, മാരിടൈം വിദഗ്ധന്മാർ, ശാസ്ത്രജ്ഞന്മാർ ഒന്നിച്ചെത്തി നടത്തിയ പഠനത്തിന്റെ ഫയലുകളും രേഖകളും നമ്മുടെ കൈവശമുണ്ട്. കാരണം പണ്ട് ഒരുപാട് ചുരുങ്ങിയ ശമ്പളത്തിന് വലിയ വിമാനക്കൂലിയായിരുന്നു. ഇന്ന് 5000 രൂപക്കും 6000 രൂപക്കും യാത്ര ചെയ്യാനുള്ള അവസരം പ്രവാസി കിട്ടുന്നുണ്ട്. ആ കാലവും ഈ കാലവും മാറി. ഇന്ന് എങ്ങനെയും പെട്ടെന്ന് നാട്ടിലെത്താനുള്ള ഒരു ശ്രമത്തിലാണ് സാധാരണ ഈവൻ ഒരു ചെറിയ ഗ്രേഡിൽ പോലും, C ഗ്രേഡിൽ പോലും ജോലി ചെയ്യുന്ന പ്രവാസികൾ. അന്ന് 500-400 ശമ്പളമായിരുന്നത് ഇന്ന് ശമ്പളത്തിന്റെ ഇതൊക്കെ മോഡെല്ലാം മാറിയിട്ടുണ്ട് ഗൾഫ് നാടുകളിൽ. അപ്പോ 4 ദിവസവും 5 ദിവസവും കപ്പൽ യാത്രയിൽ 40,000-ഉം 50,000-ഉം കൊടുത്ത് ടിക്കറ്റ് കൊടുത്ത് ഈ പദ്ധതി വിജയിക്കും എന്നുള്ളത് ഒരിക്കലും നമ്മുടെ കാൽക്കുലേഷൻ പഠനത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഒരു ടൂറിസം കപ്പല് അത് സക്സസ് ആവും. അത് ജീവിതത്തിൽ 1-2 പ്രാവശ്യം എല്ലാവരും കയറും. നമ്മളെല്ലാം അതിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇപ്പോൾ അങ്ങനെ ഒരു സംവിധാനം മുംബൈ, കൊച്ചി, ഗോവ, ലക്ഷദ്വീപ് നടക്കുന്നുണ്ട്. അതിന് തന്നെ പലപ്പോഴും 45,000-50,000 ടിക്കറ്റ്, സീസൺ അല്ലാത്തപ്പോൾ 30,000-ത്തിനൊക്കെ നമുക്കതിന് ടിക്കറ്റ് കിട്ടാറുണ്ട്. അങ്ങനെ ഒരു പദ്ധതിയാണെങ്കിൽ നടക്കും. പ്രത്യേകിച്ചും ബേപ്പൂരിനെ ലക്ഷ്യമാക്കിയാണ് ഈ പദ്ധതിയെങ്കിൽ അത് സാങ്കേതികമായും എല്ലാം കൊണ്ടും വളരെ വലിയ പ്രയാസകരമാണ്. തീർച്ചയായും 2 രീതിയിലുള്ള അഭിപ്രായം. അപ്പോഴും മറ്റ് വഴികൾ എന്തുണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട്. 2-3 മാസം അവധിക്കൊക്കെ പോകുന്ന പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ സീസണലായിട്ടെങ്കിലും ഇങ്ങനെ ഒരു സാഹചര്യം, ഇങ്ങനെ ഒരു സൗകര്യം വരുന്നത് വലിയ സൗകര്യമാകുമെന്നതിൽ തർക്കമില്ല. അത് എത്രത്തോളം പൂർണ്ണമായി പ്രാവർത്തികമാക്കുമെന്നുള്ള സംശയമാണ് KM ബഷീർ അടക്കമുള്ളവരുടെ ഭാഗത്ത്. അതേസമയം ഇത് കൃത്യമായ ആലോചനയിലൂടെ നടപ്പാക്കാൻ കഴിയുമെന്ന് ശ്രീ കരീം വെങ്കടങ്ങ് അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ അനുഭവ പരിചയം വെച്ചു കൊണ്ടുകൂടിയാണ്. ഏതായാലും നേരത്തെ തുറമുഖ വകുപ്പ് മന്ത്രി പറഞ്ഞ പോലെ സംസ്ഥാന സർക്കാർ ഇത് പരിഗണിക്കുന്നുണ്ട്. പല വിഷയങ്ങൾ, കേന്ദ്ര സർക്കാരിന്റെ സഹകരണം അടക്കം ഉള്ള വിഷയങ്ങൾ പരിശോധിച്ചുകൊണ്ടേ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് വരികയുള്ളൂ. ഏതായാലും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഉറ്റുനോക്കാനുള്ള ഒരു തീരുമാനം കൂടിയാണ് കടൽ കടക്കാൻ കപ്പലെത്തുമോ എന്നുള്ളത്. വളരെയധികം നന്ദി. ഈ അരമണിക്കൂർ നമുക്കൊപ്പം ചേർന്ന് ശ്രീ കരീം വെങ്കടങ്ങ് ഒപ്പം KM ബഷീർ. പൂർണ്ണമാക്കുകയാണ് ഗൾഫ് 18. നമസ്കാരം.